رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബില്ലാഹ്. മതം അംഗീകരിച്ച രണ്ട് സുപ്രധാനമായ ആഘോഷങ്ങൾ ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ. രണ്ടിനെയും വിശ്വാസി സമൂഹം വളരെ സന്തോഷത്തോടെ, അതിലുപരി ഏറെ ഭക്തിയോടെ സ്വീകരിക്കുകയാണ്. ഇതാ ബലിപെരുന്നാൾ സമാഗതമാകുന്നു. വിശുദ്ധ റമളാൻ പുണ്യദിനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് ചെറിയ പെരുന്നാൾ എന്ന് നാം പറയുന്ന ഈദുൽ ഫിത്തർ കടന്നു വരുന്നതെങ്കിൽ, വിശിഷ്ടമായ പുണ്യകരമായ ശ്രദ്ധേയമായ ഹജ്ജ് കർമ്മത്തോടനുബന്ധിച്ച് ബലിപെരുന്നാൾ ആഘോഷിച്ചു വരുന്നു. വളരെ പ്രാധാന്യത്തോടെ, ആദരവോടെ, ആഹ്ലാദത്തോടെ. അതെ, വീണ്ടും ആഘോഷത്തിന് നല്ല മനസ്സുകളുമായി ലോകസമൂഹം കാത്തിരിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുനിയൽ ഇസ്ലാം എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ് പ്രസിദ്ധമാണല്ലോ. ഇസ്ലാമിൻ്റെ 5 പ്രധാന സ്തംഭങ്ങൾ, ഷഹാദത്ത് കലിമയിൽ നിന്ന് തുടങ്ങി നിസ്കാരം, സക്കാത്ത്, നോമ്പ്. അതെ, 5-ാമത്തെ ഹജ്ജ്. കഴിവുള്ളവർ നിർവഹിച്ചേ പറ്റൂ. അത് കഅബാലയത്തെ ലക്ഷ്യമാക്കി ഇപ്പോൾ ജനലക്ഷങ്ങൾ അങ്ങോട്ട് പ്രവഹിച്ച് ആ പുണ്യ ഹറമുകളിൽ സംഗമിച്ചിരിക്കുകയാണല്ലോ. വല്ലാത്തൊരു അനുഭൂതിയുടെ, ആത്മീയതയുടെ, അവാച്യമായ, അതുല്യമായ, വർണ്ണിക്കാൻ കഴിയാത്ത മത്സരമായ അനുഭവങ്ങൾ. ആ ഹജ്ജിനോടനുബന്ധിച്ചു കൊണ്ടുള്ള ബലിപെരുന്നാൾ, അതിൽ സന്തോഷവും ആഹ്ലാദവുമുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തവും വണക്കവും ഭക്തിയും നമ്മുടെ ആഘോഷങ്ങളുടെ മുഖമുദ്രയാണല്ലോ. 2 പെരുന്നാളാണെങ്കിലും അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ, പ്രപഞ്ചനാഥനാണ് ഉന്നതൻ എന്ന് നാം പ്രഖ്യാപിക്കുകയാണല്ലോ. വലിയ പെരുന്നാളാകുമ്പോൾ ദുൽഹിജ്ജ 9 അറഫ ദിവസം സുബഹിക്ക് ശേഷം ആ തക്ബീർ ആരംഭിക്കുകയായി. 2 പെരുന്നാൾ ദിനങ്ങളിലും അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ സദാസമയവും തക്ബീറിൻ്റെ നിമിഷങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിച്ചു, റബ്ബക ഫക്കബ്ബിർ, അങ്ങയുടെ രക്ഷിതാവിനെ താങ്കൾ വലുതായി, ഉന്നതനായി പ്രഖ്യാപിക്കണം. അള്ളാഹു ഉന്നതനാണ് എന്ന് നാം വാഴ്ത്തുമ്പോൾ, അംഗീകരിച്ച് ഏറ്റുപറയുമ്പോൾ, നാം ഒന്നുമില്ല, ആ ഇലാഹിൻ്റെ, നാഥൻ്റെ സൃഷ്ടി മാത്രം എന്ന ഒരു വണക്കത്തിൻ്റെ, വിനയത്തിൻ്റെ സ്വരം, ഒരു സന്ദേശം അതിൽ വന്നു ചേരുന്നു. അപ്പോൾ നാം അഹങ്കരിക്കേണ്ടവരല്ല, പൊങ്ങച്ചങ്ങൾ നടിക്കേണ്ടവരല്ല, ഒന്നുമല്ല. എല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യം. തക്ബീർ അതൊരു ചെറിയ വിഷയമല്ല. അള്ളാഹുവിൻ്റെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയാണ്, വിളിച്ചു പറയുകയാണ്, ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈമാനിൻ്റെ അത് പ്രഖ്യാപനവുമാണ്. അല്ലെങ്കിലും ഈ ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം തന്നെ വലിയ വലിയ വിശ്വാസദാർഢ്യതയുടെ ഉജ്ജ്വലമായ തിളക്കമാർന്ന ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളുമാണല്ലോ. ഹജ്ജ് കർമ്മത്തോടനുബന്ധിച്ച്, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരെ നാം ഏറെ അനുസ്മരിക്കുകയാണ്. ഖുർആൻ എത്ര അർത്ഥഗർഭമായിട്ടാണ് ഈ പ്രവാചകന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. എന്തേ അതിൻ്റെ കാരണം? അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, പ്രവാചകന്മാരൊക്കെ മാതൃകായോഗ്യരാണ്. അവരെല്ലാം സത്യമാർഗത്തിൻ്റെ പ്രബോധന വീതിയിലാണ്. എന്നാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിൻ്റെയൊക്കെ കടന്നുപോയ ചരിത്ര സാക്ഷ്യങ്ങൾ
നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണല്ലോ. അല്ലേ? അന്ത്യനിമിഷങ്ങളിലല്ലേ മകനെന്ന, കുട്ടിയെന്ന, അല്ലെങ്കിൽ സന്താനമെന്ന ഒരു സൗഭാഗ്യമുണ്ടായത്. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബർ ഇസ്മാഈല വഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. പ്രായാധിക്യത്തിൽ എനിക്ക് ഇസ്മായിൽ, ഇസ്ഹാഖ് സന്തതികളെ തന്ന രക്ഷിതാവിന് സ്തുതി. നിശ്ചയം എൻ്റെ രക്ഷിതാവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, വിളിക്ക് ഉത്തരം നൽകുന്നവനാണ്. അവിടെ ആ പ്രാർത്ഥനയോടൊപ്പം ഖലീലുള്ള കൂട്ടിച്ചേർത്ത ഒരു വാചകം ഇവിടെ അവസരോചിതം. നാം ഓർക്കണം, എന്നും ഓർക്കണം. എന്നിട്ട് അതിൻ്റെ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളണം. റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുരിയത്തി. അല്ലാഹുവേ, എന്നെയും എൻ്റെ സന്തതികളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. റബ്ബന വതഖബ്ബൽ ദുആ. അപ്പോൾ വിശ്വാസി സമൂഹത്തിൻ്റെ ഹജ്ജ് നാം 5-ാമത്തെ കാര്യമെന്ന് പറഞ്ഞല്ലോ. നിസ്കാരം അതേപോലെ ഒരു അടിസ്ഥാന ഘടകം തന്നെയല്ലേ. അത് നിർവഹിക്കേണ്ടവർക്ക് ഒരു സമയത്തിൻ്റെ അപ്പുറത്തേക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. അവസരോചിതം സൂചിപ്പിച്ചു എന്ന് മാത്രം. നാം നമ്മുടെ കുടുംബത്തിൻ്റെ നിസ്കാരത്തിൻ്റെ കാര്യം കൂടി ശ്രദ്ധയിലുണ്ടാക്കണം. ചെയ്യൽ, ചെയ്യിപ്പിക്കൽ, പരിപോഷിപ്പിക്കൽ, താക്കീതുകൾ, ഗൗരവങ്ങൾ ഉണർത്തൽ എല്ലാം ചെറിയ വിഷയമല്ല. ഏതായാലും പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ, ആ സന്താനങ്ങളെ പ്രായാധിക്യത്തിൽ കിട്ടിയപ്പോൾ പ്രവാചകൻ ഇവിടെ സ്തുതിക്കുകയാണ്. സന്താനലബ്ധി അള്ളാഹുവിൻ്റെ വലിയ ഭാഗ്യം തന്നെയല്ലേ, അനുഗ്രഹം തന്നെയല്ലേ. ഒരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി കൊതിക്കുന്ന അനേകം ദമ്പതികളില്ലേ. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദനകൾ അത് അള്ളാഹുവിനറിയാം, അവർക്കും അറിയാം. പക്ഷേ മക്കളെന്ന സൗഭാഗ്യം ലഭിച്ചവർക്ക് ഇല്ലാത്തവരുടെ വേദന അത് അത്ര കണ്ട് മനസ്സിലാകുമോ? അല്ലാഹു അഅലം. അപ്പോൾ ഇബ്രാഹിം നബി എപ്പോഴും റബ്ബി ഹബലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സാലിഹ്യങ്ങളിൽപ്പെട്ട സന്താനത്തെ തരണമെന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് പാഠമുണ്ട്. ഏതെങ്കിലും കുറേ മക്കളെ കിട്ടി തോന്നിവാസികൾ, ദുർമാർഗികൾ, നമുക്ക് ചിലപ്പോൾ അത് ഖേദവും പരാജയമായി വരും. അള്ളാഹു നൽകുന്ന സന്താനങ്ങൾ അവർ സൗഭാഗ്യത്തിൻ്റെ ഉടമകളാകണം. സൽവഴിയുടെ, നേർവഴിയുടെ വാഹകരാകണം, അതിൻ്റെ പ്രചാരകനാകണം, അതിൻ്റെ പ്രബോധകരാകണം, അതിൻ്റെ പ്രവർത്തകരാകണം. അങ്ങനെ കിട്ടിയ മകനെ അവിടെയും അള്ളാഹു പരീക്ഷിച്ചല്ലോ. എന്താ പരീക്ഷണം? മോനെ വിളിച്ചുകൊണ്ട് പറയല്ലേ, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക്. നിന്നെ ബലി കഴിക്കണം, മറക്കണമെന്നാണ് എനിക്ക് സ്വപ്ന ദർശനമുണ്ട്. മകൻ പറഞ്ഞ എന്താ? ഫന്ദുർ മാതാ തറ. ഖാല ഫന്ദുർ മാതാ തറ. അതുകൊണ്ട് മോനെ നീ എന്ത് പറയുന്നു? പിതാവിൻ്റെ ചോദ്യത്തിന് മകൻ പറഞ്ഞത് ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അതെ, റബ്ബിൻ്റെ കൽപ്പനയാണോ? നിർവഹിച്ചു കൊള്ളൂ, ക്ഷമാശീലനായി എന്നെ എത്തിക്കാം. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ആ കർമ്മം നിർവഹിക്കാൻ പിതാവിന് മടിയുണ്ടായില്ല. അത് വിനയത്തോട് സമ്മതിക്കാൻ മകനും വൈമനസ്യമുണ്ടായില്ല. എന്നാൽ പടച്ചവൻ്റെ സന്ദേശം വനാദീനഹു അയ്യ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ. സ്വപ്ന നിർദ്ദേശം അത് നിർവഹിക്കാൻ മുന്നോട്ട് വന്നല്ലോ. ആ ഒരു പരീക്ഷണമാണ് അല്ലാഹു ചെയ്തത്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. അപ്പോൾ പടച്ചവൻ്റെ നിർദ്ദേശം ഏതൊരു വിശ്വാസിയും മാറ്റിവെക്കേണ്ടതല്ല, ചെറുതായി കാണേണ്ടതല്ല, അവഗണനയോടെ വീക്ഷിക്കേണ്ടതല്ല. അത് നിർവഹിക്കുന്ന വിഷയത്തിൽ അതിന് വീണ്ടു വിചാരം എന്ന് പറഞ്ഞാൽ ഉറച്ച ദാർഢ്യബോധ്യമാണ് വേണ്ടത്. ഈ ബലി പെരുന്നാൾ ഈമാൻ മുറക്കെ പിടിക്കാൻ, വിശ്വാസത്തിൻ്റെ വഴിയിൽ അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതിരിക്കാനുള്ള മഹിതമായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. മുമ്പൊക്കെ നാം സൂചിപ്പിച്ചതുപോലെയും പലപ്പോഴും നാം കേൾക്കാറുള്ളതുപോലെയും സാറ ബീവിയും ഹാജറ ബീവിയും ഇസ്ഹാഖ് നബിയും ഒക്കെ ഈ പാതയത്തിൽ തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അതെ, വളരെ വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നത്, പ്രബോധനം നിർവഹിച്ചത്. കിരാത ഭരണകൂടങ്ങളെല്ലാം അതിശക്തമായ പ്രതിരോധ മുറകൾ തന്നെ സ്വീകരിക്കേണ്ടി വന്നു. പക്ഷേ ഈമാനിൻ്റെ വഴിയിൽ, തൗഹീദിൻ്റെ മാർഗത്തിൽ ആ പ്രവാചകനെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമാകാതെ വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മില്ലത്തു ഇബ്രാഹിം അനുധാവനം ചെയ്യണം.
മില്ലത്തു ഇബ്രാഹീമിൽ നിന്ന് ആ മാർഗം കൊണ്ട് പിന്തിരിയുന്നവൻ അവർ വിഡ്ഢികളായിരിക്കും. അതെ, ഇതാ ആ മില്ലത്തു ഇബ്രാഹീം മനസ്സിനോട് നെഞ്ചിനോട് ചേർത്ത് പിടിക്കണമെന്ന അതിശക്തമായ ആഹ്വാനവുമായി ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ കടന്നു വരുമ്പോൾ നമുക്ക് ദുൽഹിജ്ജ 1 മുതൽ തന്നെ നാം ആ ഒരുക്കത്തിൽ തന്നെയായിരുന്നല്ലോ. അപ്പോൾ ഫത്വൽ മുഈനിൽ കാണാം 1 മുതൽ സൂറത്തുൽ ഫജ്ർ ഓതൽ സുന്നത്തുണ്ട്. സൂറത്തുൽ ഫജ്ർ വലയാലിൻ അശ്ർ 10 രാത്രികളെന്ന് ആ സൂറത്തിൽ പറയുന്നത് ഈ ദുൽഹിജ്ജയുടെ ദിനങ്ങളെക്കുറിച്ചാണെന്നൊക്കെ മുമ്പ് നാം സംവദിച്ചിട്ടുണ്ട്. 1 മുതൽ നോമ്പും അനുഷ്ഠിക്കുന്ന അനേകായിരങ്ങൾ വിശ്വാസികളുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ കാണാം, വഇന്ന സിയാമ യൗമിൻ ഫിഹാ യഅ്ദിലു സിയാമ സന. ഈ ദിവസങ്ങളിലെ ഒരു നോമ്പ് ഒരു വർഷത്തെ നോമ്പിന് സമമാണ്. അതെ, നാം അല്ലാഹു അക്ബർ തക്ബീറിനെ കുറിച്ച് പറഞ്ഞല്ലോ. വയക്കബ്ബിറു നദ്ബൻ ഫീ അശ്രി ദിൽ ഹിജ്ജ ഹീന യറാ ശൈഅൻ മിൻ ബഹീമത്തിൽ അൻആം ഔ യസ്മഉ സൗതഹ. മൃഗങ്ങളുടെ കാലികളുടെ അവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കുമ്പോഴോ സുന്നത്താണ് തക്ബീർ ചൊല്ലലെന്ന് ഫത്ഹുൽ മുഈനൊക്കെ പറയുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ദുൽഹിജ്ജ ആദ്യം മുതൽ തന്നെ നാം ഹൃദയം ഭക്തിയുടെ മാർഗത്തിൽ ചാലിച്ചെടുത്ത് ബലിപെരുന്നാളിനെയും കൂടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. അല്ലാഹ് ആലോചിക്കൂ, അതാ അറഫാ ദിനം എത്ര മനോഹരം, എത്ര ഭക്തി നിർഭരം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് തന്നെ കാണാമല്ലോ, മാമിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫാ ദിവസം അടിമകളെ അള്ളാഹു നരകത്തിൽ നിന്ന് കൊണ്ട് മോചിപ്പിക്കുന്ന അടിമ, അത് ഇത്രയും വേറെ ഒരു ദിനവുമില്ല എന്ന് പറഞ്ഞാൽ അധികമായി ധാരാളം നരകമോചനത്തിൻ്റെ ദിവസമാണ് അറഫ. അറഫയിൽ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ജനങ്ങൾ എടുക്കുമ്പോൾ ഇബ്ലീസ് വളരെ ദുഃഖിച്ച് ഇളിംഫിനായി മാറുമെന്നൊക്കെ ഹദീസ് പ്രമാണങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ അതേ അറഫ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി പ്രസിദ്ധമായ ആ മതത്തിൻ്റെ പൂർത്തീകരണ വിളംബരവുമായി വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവും അറഫയിലെ ജബലുർ റഹ്മയിലല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രഭാഷണം. അതിലെന്തൊക്കെയാണ് കടന്നു വന്നത്? എത്രയോ സന്ദേശമാണ് നൽകിയത്. അള്ളാഹുവിനെ ആരാധിക്കണം, വിശ്വാസത്തെ മുറുകെ പിടിക്കണം എന്ന് തുടങ്ങി, സാമ്പത്തിക മേഖലയെ പരിശുദ്ധമാക്കണം, പവിത്രമാക്കണം എന്ന് തുടങ്ങി, കുടുംബ ബന്ധങ്ങൾ ശ്രദ്ധിക്കണം, സ്ത്രീകളോട് അപമര്യാദ, അനാവശ്യമായ ശകാരങ്ങൾ പാടില്ല, സ്നേഹത്തിൻ്റെ വളരെ സൗഹൃദത്തിൻ്റെ ശൈലിയാണ് സ്വീകരിക്കണം, അതേപോലെ കുടുംബനാഥൻ്റെയും കൽപ്പനകൾ സ്വീകരിക്കണം എന്നൊക്കെ തുടങ്ങി ഇങ്ങനെ വന്ന് ജനങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ മഹിതമായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അറബിക്ക് അനർബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒന്നും പ്രത്യേകിച്ച് സ്ഥാനങ്ങളില്ല എന്ന, മനുഷ്യർ തുല്യനാണ് എന്ന ആ സാമൂഹിക മാനുഷിക വിളംബരം ഇന്നും ലോകതലത്തിൽ ശ്രദ്ധേയമല്ലേ? അതിന് അനുയോജ്യമായ തുല്യമായ ഒരു സാമൂഹിക മുന്നേറ്റത്തിൻ്റെ സ്മരണകൾ വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അതെ, ഇസ്ലാം മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ മതം മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച സാമൂഹിക മാനുഷിക ധർമ്മങ്ങൾ, അതും ഈ വിശുദ്ധ അറഫ വീണ്ടും വീണ്ടും നമ്മളെ അനുസ്മരിക്കുന്നുവെങ്കിൽ ഇതാ ഉളഹിയത്തെന്ന മഹിതമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഇപ്പോൾ ജനങ്ങൾ, വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. വളരെ പുണ്യകരമാണ്. അത് പാവപ്പെട്ടവൻ്റെ ഭക്ഷണവുമാണല്ലോ. ഈദുൽ ഫിത്ർ ആകുമ്പോഴും നമ്മൾ ഫിത്ർ സക്കാത്തിലൂടെ പാവങ്ങളോട്, ദുഃഖിതരോട്, അവശരോട് കാരുണ്യം കാണിക്കുകയാണ്. എന്നും മതം ദുർബലരുടെയും പാവപ്പെട്ടവരുടെയും കൂടെയുണ്ട്. അഥവാ പാവപ്പെട്ടവനും പണക്കാരനും സമ്പത്തുള്ളവനും ഇല്ലാത്തവനും ദരിദ്രനും മുതലാളിയും എല്ലാവരും മനുഷ്യരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കണമെന്നും ഇല്ലാത്തവൻ്റെ ദുഃഖം കണ്ടറിയാൻ ഉള്ളവൻ തയ്യാറാകണമെന്നും എന്ന മതത്തിൻ്റെ അടിക്കടിയുള്ള സന്ദേശം ഈദുൽ ഫിത്ർ വേളയിലും ദിൽ ഹിജ്ജ വേളയിലും അഥവാ ബലിപെരുന്നാൾ സന്ദർഭങ്ങളിലും കൂടുതൽ നാം അനുസ്മരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കൂടുതൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അടുക്കാൻ, പടച്ചവൻ്റെ പൊരുത്തങ്ങൾ സമ്പാദിക്കാൻ,
മറ്റുള്ളവരേക്ക് സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു വയ്ക്കാൻ ഈ ബലിപെരുന്നാൾ വേള നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.